ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശു പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ ഭാരതത്തിലെ ഭരണകർത്താക്കളെയും പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് മുൻകൂട്ടി സമർപ്പിക്കാം. നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒപ്പം ജീവിക്കുന്ന മറ്റ് വിശ്വാസങ്ങളിലും മറ്റ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നുള്ള വചനം ഒരു അഭിഷേകമായി അവിടുത്തെ കരുണയാൽ നിറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 180 സന്ദേശം. അവിടുത്തെ നീതി മഹാശ്രേഷ്ഠമായതും ഹൃദയവിചാരങ്ങളെ നിയോഗിച്ചറിയുവാൻ ഹൃദയാന്തർഭാഗത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. എല്ലാ കാര്യങ്ങളും അവിടുത്തെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ആർക്കും അവിടുത്തെ എതിർത്ത് നിൽക്കുവാൻ സാധ്യമല്ല. കർത്താവ് നമ്മുടെ ഹൃദയം അറിയുന്നു. ഹൃദയ പരമാർത്ഥതയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ അന്തരംഗത്തെ രൂപപ്പെടുത്തിയത് അവിടുന്ന് തന്നെയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലെ നമ്മൾ കാണുന്ന കാര്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണിത്. എൻ്റെ ഉള്ളിനെ രൂപപ്പെടുത്തിയവൻ, എൻ്റെ ആത്മാവിനെ രൂപപ്പെടുത്തിയവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞവൻ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ എനിക്ക് രൂപം നൽകുന്നതിന് മുൻപേ, ഞാൻ രൂപം കൊള്ളുന്നതിന് മുമ്പേ എൻ്റെ മുഖം അവന് പരിചിതമായിരുന്നു, അവനത് അജ്ഞാതമല്ലായിരുന്നു. അവന് എല്ലാം അറിയാം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചിന്തകളെയും, ഞാൻ വഴിതെറ്റുന്ന ഓരോ സാഹചര്യങ്ങളെയും അറിയാം. പക്ഷേ അവനൊരു കാര്യം മാത്രം അവൻ അറിഞ്ഞിട്ടും അവൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ വലിയവനായി കരുതുന്നതിനാൽ അവൻ വിട്ടു തന്നിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവൻ നമ്മെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സ്വാതന്ത്ര്യം, ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള തുറവി, ഇതെല്ലാം നമുക്ക് ദൈവം തരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരിക്കൽ കൂടി ഈ സന്ദേശത്തെ നമുക്ക് ഓർമ്മിക്കാം. അവിടുത്തെ നീതി മഹാശ്രേഷ്ഠമായതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മുറിവുകളെയും കുറവുകളെയും വീഴ്ചകളെയും പരാജയങ്ങളെയും ഒക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇതൊന്നും ഇല്ലാതെ എന്നെ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാനൊരു പക്ഷേ ചിന്തിച്ചേക്കാം. എന്നാൽ ഇവിടെ ഇതാണ് പറയുക, അവിടുത്തെ നീതി മഹാശ്രേഷ്ഠമായതാണ്. ഹൃദയ വിചാരങ്ങളെ നിയോഗിച്ചറിയുവാൻ ഹൃദയാന്തർഭാഗത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. കർത്താവ് എല്ലാം അറിയുന്നുവെങ്കിലും അവൻ നമ്മളെ അവനെപ്പോലെ തന്നെ കരുതുന്നു. നിലനിൽക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും അവൻ നമുക്ക് തരുന്നു. പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടുത്തെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ആർക്കും അവിടുത്തെ എതിർത്ത് നിൽക്കുവാൻ സാധ്യമല്ല. എന്ത് കാര്യത്തിലാണ് പിന്നെ നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കാത്തത്? അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിനെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. അവിടെ കർത്താവിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ തിരഞ്ഞെടുപ്പായിട്ട് മാറ്റണം. നമുക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള തുറവി ഉണ്ടാവണം. വില കൊടുക്കാനുള്ള തുറവി, ജ്ഞാനം, അത് നമുക്ക് ആവശ്യമാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ, അവൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ അവനിലേക്ക് നമുക്ക് ശരണപ്പെടാം. ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.